തിരികെ വാർത്തകളിലേക്ക്. ഭക്തരുടെ പ്രതിഷേധം മാനിക്കാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിലേക്കുള്ള വഴി വീതി കൂട്ടാനുള്ള തീരുമാനത്തിൽ ഉറച്ച ദേവസ്വം ബോർഡ്. അശാസ്ത്രീയമായ രീതിയിലാണ് നാലമ്പലത്തിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടുന്നത് എന്നാണ് ഭക്തരുടെ പരാതി. അതേസമയം ദേവപ്രശ്നം നടത്താതെ വാതിലിന് വീതി കൂട്ടാൻ അനുവദിക്കില്ല എന്ന് വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഈ ഭക്തരുടെ പ്രതിഷേധം ഒന്നും വകവയ്ക്കാതെ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? നാലമ്പലത്തിലേക്ക് വഴി വീതി കൂട്ടാനുള്ള തീരുമാനവുമായി രോഹിണി, കഴിഞ്ഞ കുറച്ചു നാളുകളായി ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കും. ഭക്തരുടെ വികാരങ്ങളൊന്നും തന്നെ മാനിക്കാതെ കൃത്യമായ ലാഭം എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. നേരത്തെ ഉദയാസ്തമയ പൂജയുടെ വിഷയത്തിലൊക്കെ ഉണ്ടായ നടപടികളൊക്കെ തന്നെ നമുക്ക് വലിയ വിമർശനം വിധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം എന്നുള്ള രീതിയിലേക്ക് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള വാതിലിന് വീതി കൂട്ടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അതിൻ്റെ കണക്കുകൾ കൃത്യമായി ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് ഇത് കാണുന്നത്. പക്ഷേ അഷ്ടമംഗല ദേവപ്രശ്നം അടക്കം നടത്താതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നതിൽ വലിയ ഒരു അതൃപ്തി ഭക്തർക്കുണ്ട്, വലിയൊരു പ്രതിഷേധം ഭക്തർക്കുണ്ട്. ഈ ഒരു വിഷയത്തിലാണ് വീണ്ടും ഈ ഭക്തരുടെ പ്രതിഷേധങ്ങളൊന്നും തന്നെ മാനിക്കാതെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ കടുത്ത പ്രതിഷേധവുമായി വിശ്വഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുന്നു. അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ഭഗവാന്റെ ഇംഗിതമറിയാതെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തരുതെന്നുള്ള ഒരു ആവശ്യമാണ് വിശ്വഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിലുള്ള തീരുമാനവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധവുമായി ഭക്തർ മുന്നോട്ട് പോകും. ആ പ്രതിഷേധത്തെ വിശ്വഹിന്ദു പരിഷത്ത് മുന്നിൽ നിന്ന് നയിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും അത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും അവഗണിക്കാതെ എടുത്ത തീരുമാനത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള പിന്നോട്ടും പോകാതെ കൃത്യമായി തന്നെ ഈ എടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്നു, തീർത്ഥാടകരുടെ ബാഹുല്യം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് പുതിയ പരിഷ്കാരങ്ങൾ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെ അശാസ്ത്രീയമായുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായുള്ള ദേവപ്രശ്നങ്ങളടക്കം നടത്തി ഭഗവാന്റെ ഇംഗിതം എന്ത് എന്നുള്ള മനസ്സിലാക്കി മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താവൂ എന്നാണ് ഭക്തർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. രോഹിണി, അരുൺ, ഇത്രയധികം വിമർശനങ്ങളും പ്രതിഷേധവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്? ഒരു ഭാഗത്ത് ഭക്തരുടെ പ്രതിഷേധമുണ്ട്, അതുമാത്രമല്ല ദേവപ്രശ്നം നടത്താതെ ഇത്തരത്തിൽ വാതിലിന് വീതി കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത് വിശ്വഹിന്ദു പരിഷത്തും ശക്തമായ ഭാഷയിൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായും അവരെടുത്ത ഒരു തീരുമാനമുണ്ട്. ഭക്തരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നടത്തുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം അധികൃതർ പറഞ്ഞിരുന്നത്. ആ ഒരു വിഷയത്തിൽ ഉറച്ചു തന്നെ നിന്നുകൊണ്ട് എത്ര തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ഔദ്യോഗികമായ ഒരു പ്രതികരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ദേവസ്വത്തിൻ്റെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ലഭിച്ചില്ല എങ്കിലും കൃത്യമായി തന്നെ ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ വാതിലിന് വീതി കൂട്ടുന്ന നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്രയും വേഗം വാതിലിൻ്റെ വീതി കൂട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്താണ് ഭക്തരുടെ ഒരു പ്രതിഷേധം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഒരു പ്രതിഷേധം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ഇവിടെ നടത്താൻ സമ്മതി
അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് ഭക്തർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഭഗവാന്റെ ഇംഗിതം അറിഞ്ഞതിന് ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഗുരുവായൂരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം ചെറുതും വലുതുമായ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഭഗവാന്റെ ഇംഗിതം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാവൂ എന്നാണ് ഭക്തർ പറയുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ദേവപ്രശ്നം അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി കൃത്യമായ കണക്കുകൾ നോക്കി മാത്രമേ ഈ രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഭക്തജനങ്ങൾ ഉള്ളത്. രോഹിണി. ശരി, അരുൺ കൊടുങ്കൂറാണ് വിവരങ്ങൾ നൽകിയത്.